Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഹലോ അങ്കമാലി. അങ്കമാലിക്കാർക്കിനി ഷൂസ് കഴുകി സമയം കളയണ്ട. ജൂട്ട ഷൂ ലോണ്ടറി ഇപ്പോൾ ഇതാ അങ്കമാലിയിലും. മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള KSEB റോഡില് ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ഷൂസുകളുമെല്ലാം ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ 109ാം ജന്മദിനം BJPയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ആഘോഷിച്ചു. അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനായത്തോട് SNDP ഹാളിൽ ജന്മദിനാഘോഷ പരിപാടികൾ നടന്നു. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും ജനസംഘത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായിരുന്നു പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ. ഏകാത്മ മാനവ ദർശനം എന്ന ഭാരതീയ സാമ്പത്തിക സാമൂഹിക തത്വസംഹിതയിലൂടെ അദ്ദേഹം ലോകശ്രദ്ധ നേടി. 1916 സെപ്റ്റംബർ 25 ഉത്തർപ്രദേശിലെ ചന്ദ്രഭാനിയിലായിരുന്നു ദീനദയാൽ ഉപാധ്യായയുടെ ജനനം. 109ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും ആഘോഷ പരിപാടികൾ നടന്നു. BJP അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനായത്തോട് SNDP ഹാളിലായിരുന്നു ജന്മദിനാഘോഷം. ദീനദയാൽ ജിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. BJP ജില്ലാ സെക്രട്ടറി N മനോജ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 1916 ദീനദയാൽ ജനിച്ചതിന് ശേഷം വിദ്യാഭ്യാസ കാലത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള ഉയർന്ന റാങ്കുകൾ നേടി അദ്ദേഹം 1942 സംഘത്തിന്റെ പ്രചാരകമായി മാറിയ ഒരു വ്യക്തിത്വമാണ് ദീനദയാൽ. നന്നേ ചെറുപ്പത്തിൽ തന്നെ പഠനത്തിനും അതേപോലെ മറ്റ് സാമൂഹിക കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയ ദീനദയാൽജി വിദ്യാഭ്യാസത്തിന് ശേഷം തെല്ലും സംശയമില്ലാതെ സംഘത്തിന്റെ ആദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സംഘത്തിനു വേണ്ടി സ്വന്തം വീട് വിട്ട് അന്നത്തെ കാലത്ത് ഉയർന്ന റാങ്ക് നേടിയ വ്യക്തിത്വങ്ങളെ സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഉയർന്ന ജോലിയിൽ കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലാണ് പണ്ഡിറ്റ് ദീനദയാൽ പൂർണ്ണസമയ സംഘപ്രവർത്തകനായി ഒരു പ്രചാരകമായി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തത്. ലഖിംപൂർ ജില്ലാ പ്രചാരക് അതേപോലെ ഉത്തർപ്രദേശിന്റെ പ്രാന്ത പ്രചാരക് എന്ന ചുമതലയെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് ശ്യാം പ്രസാദ് മുഖർജി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതത്തിൽ വേണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അന്നത്തെ സർസംഘചാലകായിട്ടുള്ള ഗുരുജിയെ ചെന്ന് കണ്ടത്. കണ്ട സമയത്ത് ഗുരുജി തന്റെ സംഘത്തിന്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ശ്യാം പ്രസാദ് മുഖർജിയുടെ ശ്യാംബാബുവിന്റെ മുമ്പിലേക്ക് വെച്ചു. കാരണം സംഘം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പ്രതിനിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് സംഘത്തിൽ നിന്നും അല്ലെങ്കിൽ സംഘ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന നിങ്ങൾക്ക് ഞാൻ 1-2 പേരെ തരാം, അവരെ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ജനസംഘം പോലെയുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയെ ദീനദയാൽ ഉപാധ്യായയും അതേപോലെ വാജ്പേയി, അദ്വാനി പോലെയുള്ള വ്യക്തിത്വങ്ങളെ കൊടുത്തുകൊണ്ട് അന്ന് ഗുരുജി തന്റെ കർത്തവ്യം നിർവഹിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് അധ്യക്ഷനായിരുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് വിശ്വകർമ്മ യോജന ഗുണഭോക്താവായ നായത്തോട് സ്വദേശി MV ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. BJP നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അംബിക സുബ്രഹ്മണ്യൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് ശിവരാമൻ, മണ്ഡലം സെക്രട്ടറിമാരായ ജോസഫ് മാടവന, വാസന്തി പ്രശാന്ത്, അങ്കമാലി നഗരസഭാ കൗൺസിലർമാരായ AV രഘു, സന്ദീപ് ശങ്കർ എന്നിവർ പ്രസംഗിച്ചു. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്.
ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Chacko Jewelers, Angamali.